ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 2-3 വൈദികരുടെ ജീവിതം കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. കാരണം ഈ വൈദികരെ അൽമായര് ശരിക്കും പഠിപ്പിച്ചു. വൈദികരെ പഠിപ്പിച്ച അൽമായർ. നമ്മൾ പഠിക്കേണ്ടത് പഠിക്കുന്നില്ലെങ്കിൽ ദൈവം പഠിപ്പിക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം, എൻ്റെ ഭർത്താവിന് പ്രത്യേക സാഹചര്യം വന്നു, തളർന്നുപോയി, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവരുടെ ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടി ആശുപത്രിയിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഇവർ പഠിപ്പിച്ചൊരു കാര്യം, ഞാൻ അതുവരെ ചെയ്തിട്ടില്ലാതിരുന്ന ഒരു കാര്യമാണ് ജാഗരണം. രാത്രിക്ക് ഇങ്ങനെ ഉറങ്ങാതെ ഉണർന്നിരിക്കുക. പിന്നെ ഉപവാസ ദിവസങ്ങൾ പോലും ഒരു ഭാരമായിട്ട് കണ്ടിരുന്നു. അതല്ലെങ്കിൽ സന്തോഷത്തോടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ജാഗരണ പ്രാർത്ഥന, ഒക്കെ പല അവസരങ്ങളുണ്ടായിരുന്നു. ഞാൻ പോകത്തില്ലായിരുന്നു, കാരണം ഉറക്കളിച്ചാൽ പിന്നെ ഒരു ക്ഷീണം. അങ്ങനെ ഇരുന്ന എന്നെ ഈ ജാഗരണം, അതുപോലെ ഉപവാസം, ഇതൊക്കെ ദൈവം പഠിപ്പിച്ചു. വേറെ മാർഗമൊന്നുമില്ലായിരുന്നു. അവിടെ കഴിഞ്ഞിരുന്നപ്പോഴത്തേക്കും പലപ്പോഴും ഉറങ്ങാൻ പറ്റിയില്ലായിരുന്നു. അതുപോലെ തന്നെ സമയത്ത് ഭക്ഷണം കിട്ടത്തില്ലായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്വതന്ത്ര മനസ്സോടെ ചെയ്യാതിരുന്നപ്പോൾ കർത്താവ് അത് ചെയ്യാനുള്ള അവസരങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഞാൻ നിർബന്ധിതമായിട്ടാണേലും അതിലൂടെയെല്ലാം കടന്നുപോയി എന്നുള്ളത് അവർ പങ്കുവച്ച ഒരു കാര്യമാണ്. 2-3 വൈദികരുടെ അനുഭവം. ഒരു വൈദികൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഞാൻ സാധാരണ കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് അവിടെ എത്തും. പിന്നെ പടപടാന്ന് വെസ്റ്റൊക്കെ ചെയ്ത് കുർബാനയ്ക്ക് കയറും. ചിലപ്പോഴൊക്കെ ലേറ്റ് ആയിട്ടുമുണ്ട്. പക്ഷെ ഒരു ദിവസം ഈ വൈദികനെ സ്പർശിച്ചൊരു കാര്യം, കുർബാന കൂടാൻ വന്നിരുന്ന ഒരു കുടുംബം. പുള്ളി നോക്കുമ്പം മാതാപിതാക്കളും 2 മക്കളുണ്ട്. ആ മക്കളും വന്നിട്ടുണ്ട്. മക്കൾ സ്കൂളിൽ പോകാനുള്ള യൂണിഫോം ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ എത്ര നേരത്തെ എഴുന്നേറ്റ് കാണും. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാത്ര ചെയ്ത് സ്കൂളിലേക്ക് പോകണം. ഇവർ റെഡിയായിട്ട് യാത്ര ചെയ്താണ് ഇവർ പള്ളിയിലേക്ക് വന്നത്. പക്ഷേ അച്ഛനോ മുറിയിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി പള്ളിയിലേക്ക് വന്നാൽ മതി. എന്നിട്ട് ഇവർ ഇത്രയും താല്പര്യം കാണിച്ച് സമയത്ത് അവർ വന്നിരിക്കുന്നു. ഞാൻ ഓടിപ്പിടപെടുത്ത് വന്നു, അല്ലെങ്കിൽ ചിലപ്പം ലേറ്റായിട്ട് പോയി അങ്ങനെ വന്നിട്ടുണ്ട്. അത് ആ അച്ഛനെ വളരെ ചിന്തിപ്പിച്ചു. അതിനുശേഷം നേരത്തെ തന്നെ വന്ന് കുർബാന അർപ്പിക്കാൻ, കാരണം ആ കുടുംബത്തിൽ നിന്നും ഈ ഒരു കാര്യം ഞാൻ പഠിച്ചു എന്നാണ് അച്ഛൻ സൂചിപ്പിച്ചത്. രണ്ടാമതൊരു കാര്യം, ഒരു സ്ത്രീ ഇങ്ങനെ അച്ഛൻ്റെ ഒരു നീക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം, അച്ഛാ എനിക്ക് ദൈവത്തിന് അനിഷ്ടമായ ഒരു കാര്യം ചെയ്യുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ദാമ്പത്യ അവിശ്വസ്തതയാകുന്ന ചെറിയൊരു കാര്യം പോലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. വേണേ അച്ഛൻ്റെ ആ ഒരു ചില നീക്കങ്ങളും സമീപനങ്ങളും കണ്ടപ്പോഴത്തേക്കും അതിനൊരു തടയിടാൻ വേണ്ടി അവർ സൂചിപ്പിച്ചതായിരിക്കാം. പക്ഷേ ശരിക്കും അച്ഛൻ്റെ മനസ്സിലോട്ട് കൊണ്ടു. അച്ഛൻ്റെ മനസ്സിൽ കൂടെ പോയൊരു കാര്യം, വേറൊരാൾ എന്നെ പാപത്തിന് പ്രേരിപ്പിച്ചാൽ പോലും ഞാൻ അരുത് എന്ന് പറഞ്ഞ് അവിടെ സംരക്ഷണം എടുക്കേണ്ട, അല്ലെങ്കിൽ അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കേണ്ടതാണ്. അപ്പോൾ അവസാനം അവരിലൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം, എന്നെക്കാളും വലിയ ബോധ്യത്തോടു കൂടി അങ്ങനെ ഒരു കാര്യം സംസാരിച്ചപ്പോൾ ഇത് ഞാൻ അവരെ പഠിപ്പിക്കേണ്ടതായിരുന്നു, അവരാണ് എന്നെ പഠിപ്പിച്ചത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അച്ഛൻ തിരിച്ചറിഞ്ഞു. മൂന്നാമതൊരു സംഭവം ഞാൻ കേട്ടാണ്, ഒരു വൈദികൻ ഒരുപാട് ഇടവക്കാരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ചിലപ്പം പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇവരെ കുറ്റപ്പെടുത്തലാണ്. ഇനി അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടും ആ ഇടവകയിൽപ്പെട്ട കുറച്ച് പേര് അച്ഛനെ കുറ്റപ്പെടുത്തിയില്ല. അതിനു പകരം അവരൊരു തീരുമാനമെടുത്ത് ചെയ്തൊരു കാര്യം, അച്ഛനെ ദത്തെടുത്തിട്ട് മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങി അച്ഛന് വേണ്ടി. ആരോടും പറഞ്ഞില്ല, അങ്ങനെയുള്ള അച്ഛനോടും സൂചിപ്പിച്ചില്ല. അതൊന്നും ഇല്ലാതെ ഇവര് ഒരു പ്രെയർ ഗ്രൂപ്പ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയി. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? പിന്നീട് ആ അച്ഛന് വലിയ മാറ്റം വന്നിട്ട് ഈ പ്രെയർ ഗ്രൂപ്പിനോട് ചേർന്ന് അവിടെ ആ ഇടവകയുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്ന വ്യക്തിയായിട്ട് മാറി. ഇനി അച്ഛൻ ഒരു വിമർശനം നടത്തിയപ്പോഴേ ഇവർ തിരിച്ചങ്ങോട്ട് വിമർശിക്കുകയായിരുന്നെങ്കിലോ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാതെ പോയനെ. ഈ 3 വൈദികരും സൂചിപ്പിച്ചത് അവര് അൽമായരിൽ നിന്നും വലിയ പാഠം പഠിച്ചു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങൾ, നമുക്ക് പഠിക്കാൻ പല മാർഗങ്ങളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും, പല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പഠിക്കാനുള്ള ഒരു തുറവി മനസ്സിലുണ്ടെങ്കിൽ, പഠിക്കാനുള്ള ഒരു എളിമ നമുക്കുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്നാമത്തേത്, ദൈവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് ചില വിശുദ്ധരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ദൈവം അവരെ വൻ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഈ CNIയിലെ വിശുദ്ധ ക്യാതറിൻ സ്കൂൾ പോലും കണ്ടിട്ടില്ല, പഠിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഇന്ന് സഭയിൽ അറിയപ്പെടുന്നത് പണ്ഡിത എന്നാണ്. എങ്ങനെ കിട്ടി ഈ പദവി? കർത്താവ് അവളെ പഠിപ്പിച്ചു, കർത്താവ് പഠിപ്പിച്ചു. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് 10-40 പ്രാവശ്യമെങ്കിലും കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾ അവളെ പഠിപ്പിച്ചു. ദൈവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. വിശുദ്ധ ബൊനവെഞ്ചർ, അദ്ദേഹം ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഉസ്താദ് എന്ന് പറയാം. അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ ഉസ്താദായിരുന്ന ഒരു വ്യക്തിയാണ് തോമസ് അക്വിനാസ്. ഇവര് സഹപാഠികളുമായിരുന്നു. ഒരിക്കൽ ബൊനവെഞ്ചറിൻ്റെ ജ്ഞാനം, പുള്ളിയുടെ പ്രസംഗത്തിലും സംസാരത്തിലും ഒക്കെ വെളിപ്പെട്ട ജ്ഞാനം, അത് തിരിച്ചറിഞ്ഞിട്ട് തോമസ് അക്വിനാസ് അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മൾ
ഏതാണ്ട് ഒരേ കാലയളവിൽ പഠിച്ചിരുന്നതല്ലേ? എനിക്ക് നിന്നെ അറിയാം. പണ്ടൊക്കെ നിനക്കില്ലാതിരുന്ന നീ ഒരു ആവറേജ് സ്റ്റുഡൻറ്, ഒരു സാധാരണ ഒരു വ്യക്തിയായിരുന്നു, ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷെ ഇന്ന് നിന്നിൽ നിന്ന് പുറപ്പെടുന്നത് അളവറ്റ ജ്ഞാനം. എവിടുന്ന് കിട്ടി ഈ അറിവൊക്കെ? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ തോമസ് അക്വിനാസിനെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായൊരു മുറി. അവിടെ ഒരു ക്രൂശിത രൂപം വെച്ചിട്ടുണ്ട്. വിശുദ്ധ ബനവഞ്ചൽ പറഞ്ഞത്, എനിക്കിന്ന് എന്തെങ്കിലും ജ്ഞാനമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ ഈ ക്രൂശിതനെ ധ്യാനിച്ചിരുന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്. നമ്മൾ ഇതുപോലെ ഒരു പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. മത്തായി 11:28 വായിച്ചാൽ, എൻ്റെ അടുക്കൽ വരിക, എൻ്റെ കാൽക്കലിരുന്ന് എന്നിൽ നിന്നും പഠിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ദൈവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. രണ്ടാമതൊരു സോഴ്സ് ഉണ്ട്, അതാണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ആ 3 വൈദികരും അൽമായരിൽ നിന്നും പഠിച്ചവരാണ്. ഇതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ചിലരൊക്കെ വേണമെങ്കിൽ പ്രസംഗത്തിൽ ഉപയോഗിച്ച ചില പദങ്ങൾ, അതല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ ചില അപൂർണത, ഇംപെർഫെക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു തന്നു. വേണേ ഉച്ചാരണ ശുദ്ധിയില്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ ഏറ്റെടുക്കാൻ സാധിച്ചതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റി. അത് എൻ്റെ തന്നെ ഒരു അനുഭവമാണ്. ഇവിടെ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും പഠിക്കാൻ പറ്റും. മൂന്നാമത് ഒന്നാണ് സ്വയം പഠിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ധ്യാനത്തിലൊക്കെ വരുന്നവരോട് പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെൽഫ് കൗൺസിലിംഗ് വേണേ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്ന് വിലയിരുത്തുക. സെൽഫ് കൗൺസിലിംഗ് അത് നന്നായിട്ട് നടത്തിയാൽ മറ്റൊരു കൗൺസിലിങ്ങിന് ഒരുപക്ഷെ നിങ്ങൾ പോകേണ്ടി വരില്ല. ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് ക്രമീകരിക്കാം. ഈ രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും പല കാര്യങ്ങളും. അതിനു വേണ്ട ഒരു കൃപയും അനുഗ്രഹവും യാചിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.